ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി ആണ്. ഈ പ്രോബ്ലത്തിലെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും അതുപോലെ തന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An individual is in receipt of a salary rupees 14,000 per month. 15% of which he contributes to a recognized provident fund, to which his employer contributes 14%. Employer's contribution in excess of 12%. 12%നേക്കാളും കൂടുതലാണ് എങ്കിലാണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ 2% എക്സസ് ആണ്. ഇവിടെ 14% ആണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. He is provided with a rent-free house by the employer in a town population exceeding 12 lakhs. Population തന്നിട്ടുണ്ട്. അപ്പോൾ accommodation is owned by the employer ആണ്. Population exceeding 10 lakhs ആണെങ്കിൽ സാലറിയുടെ 10% ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. The rental value of the house being rupees 24,000 per annum. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. And he also received from his employer rupees 12,000 as bonus. The amount of interest credited to his provident fund at 9% per annum is rupees 9,000. 9% in excess of 9.5% ആണ് ടാക്സിബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ 9% ഉള്ളൂ. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട. Ascertain his taxable salary for the assessment year 2024-25. അപ്പോൾ നമുക്ക് ഇതിൽ ആകെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12%. അവിടെ 2% എക്സസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ സാലറി? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് കണ്ടുപിടിക്കാനായിട്ട് വാട്ട് ഈസ് എ സാലറി? സാലറി എന്ന് പറയുമ്പോൾ സാലറി ബേസിക് സാലറി പ്ലസ് ഡി പി പ്ലസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ആണ്. ഇവിടെ ഡിയർനെസ് അലവൻസ് ഒന്നും തന്നിട്ടില്ല. അതുപോലെ തന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷനും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സാലറിയുടെ 2% ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് excess of 12%. Employer's contribution in excess of 12% of salary. That is 1,68,000. That is 14,000 into 12. We get 1,68,000. 1,68,000 into 2 by 100. 2 by 100 means 3,360. That is a taxable ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ്. ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇവിടെ നമ്മൾ സാലറി കണ്ടുപിടിക്കണം. എന്താണ് സാലറി? സാലറി ഈ പ്രോബ്ലത്തിൽ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് ബോണസ് ഈസ് ഗിവൺ. അപ്പോൾ ബോണസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ബോണസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല വൈൽ കമ്പ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ 1,68,000 പ്ലസ് 12,000. That is 1,80,000. അപ്പോൾ സാലറി നമുക്ക് കിട്ടി. ദെൻ എന്താണ് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്? 10% ഓഫ് സാലറി. 10% ഓഫ് സാലറി. അപ്പോൾ 1,80,000 into 10 by 100. That is 18,000. 18,000 ആണ് ടാക്സബിൾ ആയിട്ടുള്ള റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അസർട്ടൈൻ ഹിസ് ടാക്സബിൾ സാലറി ഫോർ ദ അസസ്മെന്റ് ഇയർ 2024-25. അപ്പോൾ നമുക്ക് എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി
For the assessment year 2024-25. അതിലെ first you write the salary 14,000 into 12, that is 1,68,000. Then bonus 12,000. Value of rent free accommodation is 18,000. The next one, employer's contribution in excess of 12% of salary. That is 3,360. Then we add 2,01,360. That is the gross salary. Gross salary is 2,01,360. Question, what is the taxable salary? About less standard deduction. That is 50,000. $1,51,360. That is the taxable salary. ഇങ്ങനെയാണ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ, ദാറ്റ് ഈസ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ഇവിടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എംപ്ലോയേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 9.5%-നേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആകുന്നുള്ളൂ. ഇവിടെ ഓൺലി 9%. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാനാണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.